വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 16 യേശു തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ച് വാഗ്ദാനം ചെയ്യുകയും തന്റെ വിടവാങ്ങലും തിരിച്ചുവരവും സംബന്ധിച്ചുള്ള ആശ്വാസ വചനങ്ങൾ നൽകുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. ഇതിലൂടെ ശിഷ്യന്മാർ നേരിടേണ്ടി വരുന്ന പീഡനം മുന്നറിയിപ്പായി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. യേശു തുടർന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പോയാൽ ആശ്വാസകൻ വരും. പരിശുദ്ധാത്മാവ് ലോകത്തെ പാപം, നീതി, ന്യായവിധി എന്നിവയിൽ കുറ്റക്കാരാക്കും. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. കുറച്ചുനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. 16 അധ്യായം 16 തിരുവചനം. ശിഷ്യന്മാർ ആശയക്കുഴപ്പത്തിലായപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ കരയും വിലപിക്കും, ലോകം സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. എന്നാൽ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 16 അധ്യായം 33 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.